ഇപ്പോൾ ജയസാധ്യതയുള്ളവരെയാണ് ഇയാൾ മത്സരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കടമ്പള്ളി സുരേന്ദ്രനാണ് ജയസാധ്യത. എന്താണ് ജോയി എന്ന് പറഞ്ഞൊരുത്തന് അവനാണ് ജയസാധ്യത. അവൻ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തോറ്റവനല്ലേ, അവനെന്താ ജയസാധ്യത എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ 10-16 പേർക്ക് അങ്ങ് കൊടുത്തേക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ മരുമകനെ ഇതാക്കിയില്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കിയില്ല. കഴിഞ്ഞ 5 വർഷക്കാലം എന്താ അയാൾ ചെയ്തത്? കുറേ പാലവും കുറേ റോഡും ഉണ്ടാക്കി, അല്ലാതെ പൊതുമരാമത്ത് മേഖലയിൽ എന്താ? ഇപ്പം ജി സുധാകരൻ 5 വർഷം ചെയ്തതിൻ്റെ ഒരു 4-1 കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ജി സുധാകരൻ്റെ സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന സാധനങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇയാൾ ചെയ്തത്, വേറെ എന്താണ് ചെയ്തത്? ടൂറിസം മേഖലയിൽ ഇയാൾ എന്ത് പുല്ലാണ് ചെയ്തത്? ടൂറിസം മേഖലയിലൊന്നും ഇയാൾ ഒരു പുല്ലും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇയാളുടെ മരുമകൻ ചെയ്തത്? അപ്പം മരുമകൻ എന്താണ് ജയസാധ്യത? ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പല മന്ത്രിമാരെ നിർത്തി എന്താണ് അവരുടെ ജയസാധ്യത? ഇപ്പോൾ വീണ ജോർജ് അവരേറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ തരം താഴ്ന്ന പ്രവർത്തനം കാഴ്ചവെച്ച സ്ത്രീയല്ലേ അവർക്ക് എന്താണ് ജയസാധ്യത? അപ്പം ഇത് മുഴുവൻ ഇയാളുടെ ഏകാധിപത്യ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഇയാൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, ഇയാളാണ് നിയമം എന്നുള്ളതാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പാർട്ടി അണികൾക്ക് എന്ത് ഇതാണുള്ളത്? ഇപ്പോൾ ഞാൻ ചെയ്തപ്പം നിങ്ങൾ എന്തുകൊണ്ട് എം സിറാജിന് സീറ്റ് കൊടുത്തില്ല? നിങ്ങൾക്ക് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയന് സീറ്റ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തോമസ് ഐസക്കിന് സീറ്റ് കൊടുത്തുകൂടാ? അങ്ങനെ എത്രയോ പേര് ഈ പാർട്ടിക്കകത്തുണ്ട്, എത്രയോ കഴിവുള്ളവർ ഈ പാർട്ടിക്കകത്തുണ്ട്. ആ പാർട്ടിക്കകത്ത് അപ്പോൾ ഇത്തവണ അയാളുടെ മകൻ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക വേണം. അതിന് വേണ്ടിയിട്ട് അയാൾ 2 ടേം ഇതാക്കുന്നു. എന്നിട്ട് അയാൾക്ക് മാത്രം എന്താണ് ഇളവെന്ന് പറയുന്നു. ഒരുത്തൻ മന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറകോട്ട് വായും പൊളിച്ചങ്ങോട്ട് വീണു. അയാളുടെ പേരാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. അയാൾക്ക് സീറ്റ്. വേറൊരുത്തരുണ്ടല്ലോ, എന്താ അയാൾക്ക് സീറ്റ്. ഇനി തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഒഴിച്ചിട്ടിരുന്ന എന്തിനാണെന്നറിയോ? അടിവസ്ത്രം കൃത്രിമം കാണിച്ചവന് സ്റ്റേ കിട്ടിയിരുന്നെങ്കിൽ സാധ്യത ഉണ്ടോന്നറിയാം. അത് മറുവശത്ത് 5000 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞവനെ ഞാൻ പറഞ്ഞു ആലോചിച്ച് നോക്കപ്പോഴും അച്ചുവാർന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഒന്നുകിൽ അയാൾ കരണക്കുറ്റിക്കിട്ട് അടിച്ചേനെ, അല്ലെങ്കിൽ അയാൾ വല്ല വിഷം പിടിച്ചെന്ന് ആത്മഹത്യ ചെയ്തേനെ. 5000 സ്ത്രീകളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കി വീണ്ടും മത്സരിപ്പിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടിയുള്ളത് ഈ ചിത്രം ആകെ മാറിപ്പോയി.